Welcome to Shida's Talk. Hello everyone. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലുള്ള ദ ടോയ്ലറ്റ് എന്ന പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായും അതിലുള്ള ഇമെയിൽ, റൈറ്റപ്പ്, കോൺവെർസേഷൻ, സ്ക്രിപ്റ്റ്, അതേപോലെ തന്നെ ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സ് എന്ന ഭാഗത്തുള്ള ടെക്സ്റ്റ് ആക്ടിവിറ്റീസ്, ലെറ്റ്സ് ലിസൺ എന്ന ഭാഗത്തുള്ള ടെക്സ്റ്റ് ആക്ടിവിറ്റീസ്. അതിൽ മെയിനായിട്ടുള്ളത് ഒരു റൈറ്ററുടെ ഇൻ്റർവ്യൂ പ്രൊഫൈൽ തയ്യാറാക്കിയിട്ട് ഇൻ്റർവ്യൂ ആണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നമുക്ക് ക്ലാസ് കാണാം. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലിപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഡിസ്കോഴ്സസും ആക്ടിവിറ്റീസൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ഡിസ്കോഴ്സ് എന്താണ് വരുന്നത്? ഒരു ഇമെയിലാണ് അല്ലേ. എന്താ ക്വസ്റ്റ്യൻ എന്താ? യു വിഷ് ടു സെൻഡ് ആൻ ഇമെയിൽ ടു മിലോഫ്, ദ ഓതർ ഓഫ് ദ ടോയ്ലറ്റ്, കൺഗ്രാറ്റുലേറ്റിംഗ് ഹെർ ഓൺ ഹെർ അച്ചീവ്മെൻറ്റ്സ്. ഡ്രാഫ്റ്റ് ദ ഇമെയിൽ അല്ലേ. നമ്മുടെ സിന മിനോഫിൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തുകൊണ്ട് ദ ടോയ്ലറ്റ് എന്ന ആ ഒരു കഥയുടെ എഴുത്തുകാരിയെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഇമെയിൽ തയ്യാറാക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ എങ്ങനെയാണ് ആ ഇമെയിൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇമെയിൽ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ലെറ്ററിനൊക്കെ നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ. നമ്മൾ നോർമലി ലെറ്റർ തയ്യാറാക്കുമ്പോൾ അതേപോലെ ഇമെയിലിന് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രം ടു സബ്ജക്റ്റ് നമ്മൾ വെക്കണം. അപ്പോൾ ഫ്രം എന്ന് പറയുന്നത് ആരാണ് അയക്കുന്നത്, അവരുടെ ഇമെയിൽ ഐ ഡി. ഇവിടെ ഞാനിപ്പോൾ rose@gmail.com, റോസ് എന്ന നെയിമിലുള്ള ഒരു ഐ ഡിയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെച്ച് @gmail.com കൊടുക്കാം. ആർക്കാണ് നമ്മൾ അയക്കുന്നത്? സിന മിലോഫിനാണ് നമ്മൾ അയക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കൊടുത്തു? sinamilof@gmail.com. അങ്ങനെ അടുത്ത സബ്ജക്റ്റ് നമ്മൾ എന്താണ് കൊടുക്കുക? സബ്ജക്റ്റ് എന്താണ് നമ്മുടേത്? നമ്മൾ എഴുതാൻ പോകുന്ന കാര്യം എന്താ? മെയിലിൻ്റെ കണ്ടൻറ്റ് എന്താ? കൺഗ്രാറ്റുലേഷൻ ഓൺ യുവർ ഫൈറ്റിംഗ് സ്പിരിറ്റ് അല്ലേ. ഇത് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു സബ്ജക്റ്റും കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ കണ്ടൻറ്റ് എഴുതുകയാണ്. ഡിയർ മിലോഫ്, I hope this message finds you in good health and high spirit. I want to extend my hearty congratulations on your remarkable journey with wonderful fighting spirit, so beautifully depicted in your story, The Toilet. അതായത് ഇതൊന്നും ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് നിങ്ങൾ ആ സ്റ്റോറിയിൽ എഴുതിയ നിങ്ങളുടെ ആ ഫൈറ്റിംഗ് സ്പിരിറ്റും കാര്യങ്ങളും നിങ്ങളുടെ ആ ഒരു സംഭവങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങളെ അഭിനന്ദിക്കുന്നു. യുവർ ടെയിൽ ഓഫ് ഓവർകമ്മിങ് ലോൺലിനെസ്, alienation and immense challenge to pursue your passion for writing is truly inspiring. അതായത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു ഒറ്റപ്പെടലും ആ ഒരു ഏകാന്തതയും ഒക്കെ തന്നെയാണ് നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നത്? ആ ഒരു എഴുത്തിൻ്റെ മേഖലയിലേക്ക്, നിങ്ങളുടെ പാഷനായ എഴുത്തിലേക്ക് നിങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. Even when society committed injustice against people like you, forcing you to live secretly with your sister like a criminal, you found a unique way to carve out your passions and shape yourself as a writer, different from the conventional choice of becoming a teacher or nurse. അപ്പോൾ ഇവിടെ പറയാം, സൊസൈറ്റി നിങ്ങളുടെ പേരിൽ ആ ഒരു അനീതി അല്ലേ, സൊസൈറ്റി സമൂഹത്തിലുണ്ടായ ആ ഒരു അനീതിക്കെതിരെ, അതായത് നിങ്ങളിലുണ്ടായ അനീതി എന്താണ്? വളരെ സീക്രട്ടായിട്ട് സിസ്റ്ററുടെ വീട്ടിൽ ഒരു ക്രിമിനലിനെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ ഒളിച്ച് താമസിക്കേണ്ടി വരികയും അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ച വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഏതിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു, ജോലിയിലേക്ക് അല്ലേ. മറ്റുള്ളവർ സാധാരണ തിരഞ്ഞെടുക്കുന്ന ടീച്ചിങ്ങോ നഴ്സിങ്ങോ അല്ലാത്ത രീതിയിലുള്ള നിങ്ങളതായ ഇഷ്ടത്തിനുള്ള ഒരു പ്രൊഫഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. യുവർ ഡിറ്റർമിനേഷൻ ടു ഫോളോ യുവർ ഡ്രീംസ് ആൻഡ് എസ്റ്റാബ്ലിഷ് എ ഡിഫറെൻറ്റ് കരിയർ ഈസ് അഡ്മയറബിൾ. അതായത് നിങ്ങളുടെ ആ ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിലേക്കും ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കരിയറിലേക്കും എത്തിച്ചേരാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. Your success is a testament to your strength and creativity. Thank you for sharing your powerful story with the world. Warm regards, Rose. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇമെയിൽ നമുക്ക് എഴുതാം. ഇനി നെക്സ്റ്റ് ഡിസ്കോഴ്സ് എന്താണ് ഇതിൽ വരുന്നതെന്ന് നോക്കാം. അടുത്തതായി നമ്മൾ ചെയ്യാനുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് റൈറ്റപ്പാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കണ്ടൻറ്റ് നോക്കാം. The pain you feel today is the strength you have tomorrow. How far is this true of Milof life?
അല്ലേ? ഇന്നത്തെ നമ്മുടെ വേദനകൾ എന്ന് പറയുന്നതാണ് നാളത്തെ നമ്മുടെ ശക്തി, അല്ലേ? ദ പെയിൻ യു ഫീൽ ടുഡേ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദനയാണ് ദ സ്ട്രെങ്ത് യു ഹാവ് ടുമാറോ, നാളെ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ശക്തി എന്ന് പറയുന്ന ഈ ഒരു പഴമൊഴിയോട് എത്രമാത്രം, അല്ലേ, മിലോഫിൻ്റെ ലൈഫ് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു റൈറ്റപ്പാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. മിലോഫിൻ്റെ ആ ഒരു സ്ട്രഗിളും അതിനുശേഷം അവളുടെ ആ ഒരു ഫ്യൂച്ചർ രൂപപ്പെടുത്തിയെടുത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊരു റൈറ്റപ്പ് എഴുതണം. അപ്പോൾ ആ റൈറ്റപ്പ് നമുക്കൊന്ന് എഴുതി നോക്കാം. നമുക്ക് ഈ റൈറ്റപ്പ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ റൈറ്റപ്പിന് ഒരു ഹെഡിങ് വേണം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ആ കണ്ടൻറ്റ് വെച്ചിട്ട് തന്നെ നമ്മളൊരു ഹെഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ടുഡേ സ്ട്രഗിൾ ടുമാറോ സ്ട്രെങ്ത്, അല്ലേ? ഇന്നത്തെ നമ്മുടെ സ്ട്രഗിളാണ് നാളത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആ കാര്യങ്ങൾ എഴുതാം. സിന മിലോഫ് ലൈഫ് സ്റ്റോറി പ്രൂവ്സ് ദ ട്രൂത്ത് ഇൻ ദ സേയിങ് ദ പെയിൻ യു ഫീൽ ടുഡേ ഈസ് ദ സ്ട്രെങ്ത് യു ഹാവ് ടുമാറോ. അപ്പോൾ സിന മിലോഫിൻ്റെ ആ ഒരു സ്റ്റോറി തന്നെ നമ്മുടെ ഈ ഒരു വരികൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ്, അല്ലേ? ഏതാ വരികൾ? ദ പെയിൻ യു ഫീൽ ടുഡേ ഈസ് ദ സ്ട്രെങ്ത് യു ഹാവ് ടുമാറോ. ഹർ ജേർണി ഓഫ് overcoming societal and familial obstacle to follow her passion is truly inspiring, അല്ലേ? അവളുടെ മറ്റ് സൊസൈറ്റിയിലും ഫാമിലിയിലുള്ള തടസ്സങ്ങളൊക്കെ, ആ ഒരു തടസ്സങ്ങളൊക്കെ നേരിട്ടുകൊണ്ട് അവൾ നടത്തിയ അവളുടെ പാഷനിലേക്കുള്ള ഒരു യാത്ര ശരിക്കും എന്താണ്, ഇൻസ്പയറിംഗ് ആണ്. ഈവൺ വെൻ ഹർ മദർ wanted her to become a nurse, a profession considered respectable by society, Milov wanted to be something different. അവളുടെ അമ്മ ആഗ്രഹിച്ചത് സൊസൈറ്റി റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു നേഴ്സിൻ്റെ ജോലിയാണെങ്കിലും മിലോഫ് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രൊഫഷനാണ് ആഗ്രഹിച്ചത്. ആഫ്റ്റർ ഹർ മാട്രിക് എക്സാം ഷീ മൂവ് ടു ജോഹൻസ്ബർഗ് ടു ജോയിൻ ഹർ സിസ്റ്റർ ഐറിൻ അ ഡൊമസ്റ്റിക് വർക്ക്. അവളുടെ മാട്രിക് വിദ്യാഭ്യാസത്തിന് ശേഷം അവളുടെ സിസ്റ്ററായ ഐറിൻ എന്താണ് വർക്ക് ചെയ്യുന്നത്? ഒരു ഡൊമസ്റ്റിക് വർക്കറായിട്ടാണ് ഐറിൻ ജോഹൻസ്ബർഗിൽ താമസിക്കുന്നത്. ആ സിസ്റ്ററിൻ്റെ കൂടെ ആര് താമസിക്കുന്നു? നമ്മുടെ സിന മിലോഫ് താമസിക്കുന്നു. ലിവിങ് സീക്രറ്റ്ലി ഇൻ ഐറിൻസ് റൂം വിത്തൗട്ട് ദ നോളജ് ഓഫ് ഹർ എംപ്ലോയർ, മിലോഫ് ഫെൽറ്റ് എക്സ്ട്രീംലി ലോൺലി ആൻഡ് ഡിപ്രസ്ഡ്. അവരുടെ ഹൗസ് ഓണർ അറിയാതെ അവിടെ ഒളിച്ച് താമസിക്കുകയാണ് നമ്മുടെ സിന മിലോഫ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആ ജീവിതം എന്ന് പറയുന്നത് മിലോഫിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഏകാന്തതയും ഡിപ്രസ്ഡൊക്കെ ആയിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു റൈറ്റപ്പിൻ്റെ ആൻസർ മാത്രം പറഞ്ഞു പോവുകയാണ് കേട്ടോ. Though she found a temporary job in a clothing factory, she had to spend the time before and after her work in a public park toilet, which became her future and rekindled her passion for writing poems and stories. അല്ലേ? അവിടെ ലഭിച്ച ഒരു ക്ലോത്തിങ് ഫാക്ടറിയിൽ ലഭിച്ച ഒരു ടെമ്പററി ജോലി അവൾ കണ്ടെത്തുന്നു. അപ്പം അതിലേക്ക് ഷീ ഹാഡ് ടു സ്പെൻഡ് ദ ടൈം ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹർ വർക്ക്. അപ്പോൾ ആ വർക്കിന് പോകുന്നതിന് മുമ്പ് വർക്ക് കഴിഞ്ഞതിന് ശേഷമൊക്കെ അവളുടെ ടൈം സ്പെൻഡ് ചെയ്തത്, അതായത് ആ ഒരു വീട്ടിലേക്ക് കയറുന്നതിനൊരു ടൈമുണ്ട്, അല്ലേ? അതുവരെയും അവൾ സമയം ചെലവഴിച്ചത് ഈ ഒരു ടോയ്ലറ്റിലായിരുന്നു. അവളുടെ പേഷൻ കണ്ടെത്തിയ ആ ഒരു ടോയ്ലറ്റിലായിരുന്നു അവൾ ചെലവഴിച്ചത്. ഹെർ ബ്രേവ് എൻകൗണ്ടർ വിത്ത് ഹാർഷ് realities and her perseverance to fulfill her dreams turned her bitter experience of loneliness and societal segregation into strength. അവൾ നേരിട്ട ഈ ഒരു സൊസൈറ്റിയിലുണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക വിവേചനവും കാര്യങ്ങളൊക്കെ അവളുടെ സ്ഥിരോത്സവവും അവളുടെ ആ ഒരു പാഷനിലൂടെയും അവൾ എന്ത് ചെയ്യുകയാണ് ചെയ്തത്? ആ ഒരു കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ അവളുടെ ഒരു പാഷനിലേക്ക് അവൾ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. മിലോസ് സ്റ്റോറി ബ്യൂട്ടിഫുള്ളി ഇല്ലുസ്ട്രേറ്റ്സ് ഹൗ പേഴ്സണൽ സ്ട്രഗിൾസ് ക്യാൻ ബിക്കം സോഴ്സസ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഇൻസ്പിരേഷൻ ഹെൽപ്പിംഗ് അസ് അച്ചീവ് അവർ ഡ്രീംസ്. ഹെർ ലൈഫ് ഈസ് എ പവർഫുൾ എക്സാമ്പിൾ ഓഫ് ഹൗ ദ പെയിൻ വി എൻഡർ ടുഡേ ക്യാൻ ഷേപ്പ് അവർ ഫ്യൂച്ചർ സക്സസ്. വി ഷുഡ് ഓൾ ബി ഇൻസ്പയർഡ് ബൈ ഹെർ ജേർണി ആൻഡ് റെസീലിയൻസ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? നമ്മുടെ മിലോഫിൻ്റെ ആ ഒരു കഥ വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്ന എന്താ, മനോഹരമായിട്ട് വിവരിക്കുന്നത് എന്താ? അവളുടെ ആ ഒരു പേഴ്സണൽ സ്ട്രെങ്ത്താണ്, ആ ഒരു പേഴ്സണൽ സ്ട്രഗിളാണ് അവളെ എന്താക്കി മാറ്റിയത്? നാളേക്കുള്ള വിജയകരമായ അല്ലെങ്കിൽ വളരെ നല്ലൊരു എഴുത്തുകാരിയായി അവളെ നയിക്കുന്നില്ല, അവളുടെ സ്വപ്നങ്ങൾ അവൾ കണ്ടെത്തുന്നതിലേക്ക് അവളെ നയിച്ചത് ഈ ആ ഒരു കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന അവളുടെ സ്ട്രഗിൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റൈറ്റപ്പ് നമുക്ക് എഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് വരുന്നത് ഒരു കോൺവെർസേഷനാണ്. എന്താണ് അതിൻ്റെ കണ്ടന്റ്? എന്താ? മിലോഫും മിലോഫിൻ്റെ സിസ്റ്ററും
ആയിട്ടുള്ള ആ ഒരു സംഭാഷണമാണ് എഴുതേണ്ടത്. അതിന് വരുന്ന ഇവൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിലോഫ് എന്ത് ചെയ്യുന്ന ആ ഡോഗ്സുമായിട്ടുള്ള ആ ഒരു എൻകൗണ്ടർ, ആ ഒരു എക്സ്പീരിയൻസ് സിസ്റ്ററുമായിട്ട് പങ്കുവെക്കുന്നു അല്ലേ. അപ്പോൾ അവർ തമ്മിൽ നടത്താനിടയുള്ള ആ കോൺവെർസേഷൻ എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. കോൺവെർസേഷൻ ജസ്റ്റ് ഒരു ഐഡിയ മാത്രം ഞാൻ തരാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാവനയിൽ എഴുതാം കേട്ടോ കോൺവെർസേഷനൊക്കെ. അപ്പോൾ ഐറിൻ, why are you standing here? You look so frightened. What happened? Milov, I was inside the compound and 2 dogs came to attack me. Irene, why did you go inside? You should have waited for me. Milov, I came at usual time. I thought you would be here. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ഓൾറെഡി ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. അതിന് ആ ഒരു കണ്ടന്റിനെ വെച്ചിട്ടുള്ള സംഭാഷണമാണ് അല്ലേ. ഐറിൻ ആദ്യം തന്നെ നമ്മുടെ മിലോഫിനോട് ചോദിക്കുന്നു, നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്, നിൻ്റെ മുഖമൊക്കെ ആകെ പേടിച്ചതുപോലെ ഉണ്ടല്ലോ, എന്താ സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ മിലോഫ് എന്ത് പറയാണ്, ഞാൻ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറി 2 നായകൾ എന്നെ അറ്റാക്ക് ചെയ്തു. അപ്പം ഇത് വൈ ഡിഡ് യു ഗോ ഇൻസൈഡ്, നമ്മുടെ ഐറിൻ ചോദിക്കുക, നീ എന്തിനകത്തേക്ക് പോയത്, നീ എന്നെ വെയിറ്റ് ചെയ്യണമായിരുന്നല്ലോ. അപ്പം മിലോഫ് പറയാം, ഞാൻ സാധാരണ വരുന്ന സമയത്ത് തന്നെ വന്നു, നീ വീട്ടിലുണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഐറിൻ പറയുകയാണേ, വാട്ട് വെർ യു ഡൂയിങ് ഇൻസൈഡ് ദ കോമ്പൗണ്ട്, നീ എന്താണ് വീട്ടിൻ്റെ അകത്ത് നിന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മിലോഫ് പറഞ്ഞു, ഐ വാസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡോർ റീഡിങ് എ ബുക്ക്, ഞാൻ ആ വീടിൻ്റെ മുമ്പിലിരുന്ന് ഒരു ബുക്ക് വായിക്കുകയായിരുന്നു. അപ്പോൾ ഐറിൻ, ദെൻ വാട്ട് ഹാപ്പൺ, എന്നിട്ട് എന്താണ് സംഭവിച്ചത്. അപ്പോൾ മിലോഫ് പറയാണ്, 2 dogs came running and started barking at me. 2 നായകൾ ഓടി വന്ന് എന്നെ നോക്കി കുരച്ചു. അപ്പോൾ ഐറിൻ, ഡിഡ് മാഡം സീ യു, അപ്പോൾ നിന്നെ മാഡം കണ്ടോന്ന് ആര് ചോദിക്കുകയാണ്, ഐറിൻ ചോദിക്കുകയാണ്. അപ്പോൾ മിലോഫ് പറയാണ്, യെസ് ഷീ കോൾഡ് ഫോർ യു ബട്ട് ഐ ഡിഡ്ന്റ് റെസ്പോണ്ട്, ദെൻ ഷീ കെയിം ഹിയർ ആൻഡ് സോ മീ. നിന്നെ ആര് വിളിച്ചു, മാഡം വിളിച്ചു, പക്ഷെ ഞാനൊന്നും മറുപടി പറഞ്ഞില്ല, ഒരു റെസ്പോണ്ടും ചെയ്തില്ല, അതുകൊണ്ട് അവരങ്ങോട്ടേക്ക് വരികയും എന്നെ കാണുകയും ചെയ്തു. ഐറിൻ, ഓ ഗോഡ്, വാട്ട് ഷുഡ് ഐ ടെൽ ഹെർ നൗ, ഡിഡ് ഷീ നോ യു വെർ സ്റ്റേയിങ് ഹിയർ. അപ്പോൾ പറയാം, അയ്യോ ദൈവമേ, ഞാനിനി എന്ത് പറയും, അവരറിഞ്ഞോ നീ ഇവിടെ താമസിക്കുന്ന കാര്യം. മിലോഫ്, ഐ ടോൾഡ് ഹെർ ഐ ജസ്റ്റ് വിസിറ്റഡ് ടു സീ യു, ഷീ ടോൾഡ് മീ ടു ഗോ ഹോം ആൻഡ് സെഡ് ഷീ വുഡ് പാസ് എ മെസ്സേജ് ടു യു. അപ്പോൾ മിലോഫ് പറയാം, ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നിന്നെ ജസ്റ്റ് കാണാൻ വന്നതാണ്, അപ്പോൾ അവർ പറഞ്ഞു നീ വീട്ടിലേക്ക് പോയിക്കോളൂ, നീ വന്ന വിവരം ഞാൻ എന്ത് ചെയ്യാം, സിസ്റ്ററോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐറിൻ, thank God, she might not know you are staying here secretly. Don't repeat this foolishness anymore. അപ്പോൾ ഐറിൻ പറയുക എന്താ, നന്ദി ദൈവമേ അല്ലേ, താങ്ക് ഗോഡ്. എന്നിട്ട് പറയാം, ഷീ മൈറ്റ് നോട്ട് നോ യു ആർ സ്റ്റേയിങ് ഹിയർ സീക്രറ്റ്ലി, അവരറിഞ്ഞിട്ടില്ലായിരിക്കാം നീ ഇവിടെ രഹസ്യമായിട്ട് താമസിക്കുന്നത്. ഇതുപോലത്തെ ഫൂളിഷ്നെസ്, വിഡ്ഢിത്തങ്ങളൊന്നും ഇനി എന്ത് ചെയ്യാൻ പാടില്ല, വരൂ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഈ ഒരു കോൺവെർസേഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സ് എന്ന ഭാഗത്തുള്ള ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കോൺവെർസേഷൻ വായിക്കാനാണ്. അത് മൊത്തം വായിച്ചിട്ട് ഞാൻ ടൈം കളയുന്നില്ല, അതിലെ വർക്ക് എന്താണെന്ന് മാത്രം പറയാം. നിങ്ങൾ നന്നായിട്ടൊന്ന് ആ കോൺവെർസേഷൻ വായിച്ച് നോക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഡ് യു ഫൈൻഡ് വേർഡ്സ് ദാറ്റ് യു ഹാഡ് എൻറ്റേർഡ് ഇൻ മൈ വേർഡ്സ് ഇൻ ദിസ് കോൺവെർസേഷൻ. Identify these words and write them in the space below along with the meaning you have guessed. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച ആ ഒരു ദ ടോയ്ലറ്റ് എന്ന പാഠഭാഗത്തിൽ നമ്മൾ മൈ വേർഡ്സ് എന്ന കാറ്റഗറിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കോൺവെർസേഷനിൽ വരുന്ന പല വേർഡ്സുകളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ വേർഡ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക, നമ്മളൊന്നിക്കുക മീനിങ് ഗസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് മീനിങ്ങോ നമ്മളിവിടെ എഴുതുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ഈ ഒരു ലൈനിൽ നമ്മുടെ ദ ടോയ്ലറ്റ് എന്ന പാഠഭാഗത്ത് നിന്ന് പഠിച്ച കുറച്ച് വേർഡ്സ് മാത്രം ഞാനിവിടെ സെലക്ട് ചെയ്തെഴുതാം. അതുപോലെ ഇനിയും അതിലുള്ള ബാക്കിയുള്ള വേർഡ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതുക. ഓൾറെഡി മൈ വേർഡ്സിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് വണ്ണ് ബൊട്ടീക്ക്. ബൊട്ടീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, എ സ്മോൾ ഷോപ്പ് ദാറ്റ് സെൽസ് ഫാഷനബിൾ ക്ലോത്ത്സ് ആൻഡ് ജ്വല്ലറീസ് എക്സെട്ര. അങ്ങനെ നെക്സ്റ്റ് എന്താ, പ്രിമിസസ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അല്ലേ, ദ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. നെക്സ്റ്റ് വൺ ബ്രീഫ്ഡ് എന്ന് പറഞ്ഞാൽ സമ്മറൈസ്ഡ്. മഞ്ച് മീൻസ് ഈറ്റ്. നെക്സ്റ്റ് സ്നീക്ക് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് വരിക, ക്രീപ്പ് ഓർ ഗോ സീക്രറ്റ്ലി. നെക്സ്റ്റ് വരുന്നത് എനോയ്ഡ് മീൻസ്
ഡിസ്റ്റർബ്ഡ്, ഇറിറ്റേറ്റഡ്, ആംഗ്രി, ഇതൊക്കെ നമുക്ക് മീനിങ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ ഈ ഒരു ലൈൻസിൽ കണക്കായിട്ടുള്ള വേർഡ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനിയും ഉണ്ട് അതിൽ വേർഡ്സ്, അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, അതിന് നെക്സ്റ്റ് എന്താണ് അടുത്ത വർക്ക്? A few expression from the toilet that indicate action are listed below. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ശൈലികൾ അല്ലേ, ദ ടോയ്ലറ്റ് എന്ന പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ള കുറച്ച് ആ ഒരു ശൈലികൾ തന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് നമ്മളൊരു നമ്മുടേതായ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയൊക്കെ നമ്മളൊന്ന് എഴുതി നോക്കണം. ഈ വേർഡ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ നിങ്ങളും എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ഈ വേർഡ്സ് മീനിങ് ഓൾറെഡി അവിടെ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആ ഒരു ശൈലികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയ ഒരു ഇതാണ്. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് ഒന്നല്ല, ആ വേർഡ്സൊക്കെ വരുന്ന രീതിയിൽ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തെന്നേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇറ്റ് വാസ് എ ലേസി സൺഡേ മോർണിംഗ്. ഐ സ്റ്റേഡ് ഓൺ മൈ ബെഡ് എ ബിറ്റ് ലോങ്. അല്ലേ, ഞാൻ എന്ത് ചെയ്തു? സ്റ്റേഡ് ഓൺ വുഡ് ഷെൽട്ടർ, നമ്മൾ മീനിങ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊരു എന്താ പറയുക, ഒരു സൺഡേ മോർണിംഗ് ആണ്. ഞാൻ എൻ്റെ ബെഡിൽ തന്നെ കുറച്ചധികം സമയം കിടന്നു. റിയലൈസിങ് ഐ വാസ് റണ്ണിങ് ലേറ്റ്, ഐ ഗോട്ട് റെഡി ക്വിക്ക്ലി ആൻഡ് വെൻറ്റ് ടു ചർച്ച് വിത്ത് മൈ ഫാമിലി. അപ്പോൾ വെൻറ്റ് ടു ചർച്ച് വിത്ത് എന്ന് പറഞ്ഞാൽ ടൂർഡ്, യാത്ര പുറപ്പെടുക അല്ല. ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ ഒരുപാട് ലേറ്റാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ചർച്ചിലേക്ക് ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പം പോയി. ആഫ്റ്റർ ദ സർവീസ് ഐ നോട്ടീസ് ഐ മൈറ്റ് മിസ് മൈ ബസ്. ആഫ്റ്റർ ദ സർവീസ് എന്ന് പറഞ്ഞാൽ ചർച്ചിലുള്ള ആ പ്രാർത്ഥനകൾ, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും? ബസ് മിസ്സായേക്കും. ഐ ക്വൈറ്റ്ലി സ്നീക്ഡ് ഇൻ ടു ദ ക്രൗഡ് ഹോപ്പിംഗ് ടു ഗെറ്റ് ഔട്ട് ഫാസ്റ്റ്. ഞാൻ എന്ത് ചെയ്തു? സ്റ്റീൽ മൈ വേ അല്ലേ, സ്നീക്ഡ് ഇൻ ടു എന്ന് പറഞ്ഞാൽ സ്റ്റീൽ മൈ വേ. ഞാൻ പെട്ടെന്ന് എന്നെ എന്ത് ചെയ്തു? ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് കൂടി വളരെ പെട്ടെന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഐ സോ ദ ബസ് കമ്മിങ് ആൻഡ് റാൻ ടു ക്യാച്ച് ദ ബസ്. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ക്യാച്ച് ദ ബസ് എന്താണ് മീനിങ്? ജംപ് ടു ടേൺ ഓഫ് അല്ലേ. ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ആ ബസ്സിലേക്ക് കയറി. ഐ സോ ദ ബസ് കമ്മിങ് ആൻഡ് റാൻ ടു ക്യാച്ച് ദ ബസ്. ഐ ഗോട്ട് ഓൺ ആൻഡ് സാറ്റ് ഓൺ എ സീറ്റ് ക്യാച്ചിങ് മൈ ബ്രത്ത്. അവിടെ സിറ്റ് ഓൺ അതിൻ്റെ പാസ്റ്റാണ് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തത്? സാറ്റ് ഓൺ എ സീറ്റ്. ഓക്കെ, ക്യാച്ചിങ് മൈ ബ്രത്ത്. ഞാൻ എന്ത് ചെയ്തു? വേഗം അവിടെ ഇരുന്ന് എന്താ പറയുക, ശ്വാസം മുട്ടി ഇരുന്നു എന്ന് പറഞ്ഞു സീറ്റിൽ. ദെൻ ആസ് ദ ബസ് മൂവ് ഐ ലുക്ക്ഡ് ഔട്ട് ദ വിൻഡോ ഫീലിംഗ് ഹാപ്പി. ബസ് മൂവ് ചെയ്യുമ്പം പുറത്തേക്ക് വളരെ ഹാപ്പി ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? നോക്കിയിരുന്നു. ഐ വാസ് ഓൺ മൈ വേ ഹോം. വാസ് ഓൺ മൈ വേ ബി ഓഫ് ദ പ്രിമിസസ് അല്ലേ. വേ ഓഫ് ദ പ്രിമിസസ് നമ്മൾ മീനിങ് പഠിച്ചിട്ടുണ്ട്. ഐ വാസ് ഓൺ മൈ വേ ഹോം. വെൻ ഐ ഗോട്ട് ദർ ഐ വെൻറ്റ് സ്ട്രേറ്റ് to my room and lay down thinking about the nice tea. When I got there, I went straight to my room and lay down thinking about the went straight means walked over. Okay, went straight to my room and lay down thinking about the nice tea. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ വേർഡ്സ് വെച്ചിട്ട് ഒരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ലെറ്റ്സ് പെർഫോം എന്ന ഭാഗത്തുള്ള ഫസ്റ്റ് ആക്ടിവിറ്റിയാണ്. അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോയ്ലറ്റ് എന്ന പാഠഭാഗത്തുള്ള ഈ ഒരു സീൻ ഏതാ? ദ നറേറ്റർ സ്പീക്സ് അബൌട്ട് ഹൊറിഫയിങ് എക്സ്പീരിയൻസ് ഷീ ഹാഡ് വെൻ മാഡംസ് ഡോഗ് ഫൗണ്ട് ഹർ. ഷീ സീസ് ഐ കുഡിൻറ്റ് മൂവ് ഓർ ആൻസർ ദ കോൾ. ദ ഡോഗ്സ് വെർ സ്റ്റാൻഡിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. The teeth so threateningly long. Let's recreate the scene and enact it in the class. Your teacher will help you. ഈ ഒരു സീൻ എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിൽ അവതരിപ്പിച്ച് കാണിക്കുക. ആ ഒരു ഡോഗ്സുമായിട്ടുള്ള എൻകൗണ്ടറും ആ സമയത്തുള്ള അവളുടെ ഡയലോഗ്സൊക്കെ വെച്ച് ആ ഒരു സീനിനെ നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസ് റൂമിൽ അഭിനയിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്യേണ്ട അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കലാണ്. യുവർ ക്ലാസ് പ്ലാൻസ് ടു സ്റ്റേജ് എ പ്ലേ പോർട്രേയിങ് മിലോഫ് ലൈഫ്. മിലോഫിൻ്റെ ലൈഫ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നു, ഒരു നാടകമായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ അതിനു വേണ്ട നമ്മൾ സ്ക്രിപ്റ്റ് നമ്മൾ തയ്യാറാക്കുക. അതാണ് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്. ആ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഈ ഒരു സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സും
സീൻ എവിടെ വെച്ചാണ് ഓരോ സീൻ നടക്കുന്നതെന്നൊക്കെ നമ്മൾ എഴുതണം അല്ലേ. അപ്പോൾ ക്യാരക്ടേഴ്സ് ഇവിടെ മെയിൻലി ആരൊക്കെയേ ഉള്ളൂ? നമ്മുടെ മിലോഫും മിലോഫിൻ്റെ സിസ്റ്ററും പിന്നെ ഹൗസ് ഓണർ, ഈ 3 പേരെയെ നമ്മൾ ഈ സ്റ്റോറിയിൽ ക്യാരക്ടേഴ്സായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഫസ്റ്റ് സീൻ എന്താണ് വരുന്നത്? സെർവൻസിൻ്റെ റൂം, അതായത് നമ്മുടെ ഐറിൻ്റെ റൂം. അപ്പോൾ അവിടെയുള്ള വേണ്ട സ്റ്റേജിൽ വേണ്ട സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ സ്റ്റേജ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ഏരിയ, എ സ്മോൾ ബാക്ക് റൂം ആൻഡ് എ പാർക്ക് വിത്ത് എ പബ്ലിക് ടോയ്ലറ്റ് ആൻഡ് എ ബെഞ്ച്. അതായത് നമ്മൾ ആ പറഞ്ഞ സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരണം അല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് വെരി ഏർലി മോർണിംഗ്, ദ സീൻ ഈസ് ഡാർക്ക്, ദ ബാക്ക് റൂം ഹാസ് എ ബെഡ് വെർ ഐറിൻ ഈസ് സ്ലീപ്പിംഗ്, മിലോഫ് ഈസ് ലേയിങ് ഓൺ ദ ഫ്ലോർ, ആൻഡ് അലാം റിങ്സ്, മിലോഫ് ഗെറ്റ്സ് അപ്പ്, ലൈറ്റ് എ candle, takes her shoes and tip-top out. Once outside, she puts her shoes and walks towards the park. അപ്പോൾ ഈ ഒരു സീൻ ആരംഭിക്കുന്നതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. സ്റ്റേജിൽ വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്, സ്റ്റേജ് സീൻ 1 കേർട്ടൻ റൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകൾ. അപ്പോൾ അതൊക്കെ നമ്മളൊരു സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഭിനയിക്കേണ്ടത് എങ്ങനെയാണ്, ഡയലോഗ് പറയേണ്ടത് എങ്ങനെയാണ്, ആ സ്റ്റേജിൽ വേണ്ട സംഭവങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്ക്രീൻ പ്ലേയിൽ വ്യക്തമായിട്ട് നമ്മൾ എഴുതിയിരിക്കണം അല്ലേ. അപ്പോൾ അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിലോഫ് മംബ്ലിംഗ് മീൻസ് പിറുപിറുക്കുക. താങ്ക് ഗോഡ് ടുഡേ നോ വൺ സോ മീ, വാട്ട് എ ബൈറ്റിംഗ് കോൾഡ്. അപ്പം ഇനിയിപ്പോൾ ഡയലോഗ്സ് വേണം അല്ലേ. അപ്പം മിലോഫ് എന്താ, ആ ഷൂ ഇട്ട് നടന്നു പോകുമ്പോൾ മിലോഫ് പറയുക, ഓ ദൈവമേ ആരും കണ്ടില്ല. അപ്പം സ്ഥിരം ആരും കാണാതെ അവൾക്ക് പുറത്തിറക്കേണ്ട ആവശ്യകതകളൊക്കെ ഇനി വീണ്ടും ആവർത്തിച്ച് പറയണ്ടല്ലോ. അപ്പോൾ ഓ എന്തൊരു തണുപ്പാണ്. ഷീ വോക്സ് ക്വിക്ക്ലി ടു ദ പാർക്ക് ആണ് കേട്ടോ, ക്വിക്ക്ലി ടു ദ പാർക്ക്, ഹീഡ്സ് ടു ദ ടോയ്ലറ്റ്, നോക്സ് ആൻഡ് finding it empty, enters. She sits on the toilet seat reading a magazine and daydreaming. ഇതൊക്കെ നമുക്കറിയാം അല്ലേ, ആ കഥയിൽ എങ്ങനെയൊക്കെയായിരുന്നു അവളെ ടോയ്ലറ്റിൽ കയറിയ സംഭവങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതിവിടെ ആ ഒരു ആക്ഷനൊക്കെ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്തത് സീൻ 2, പാർക്ക് അല്ലേ. സൺസെറ്റിന് മുമ്പുള്ള ആ ഒരു പാർക്കിൽ സീനാണ് കാണിക്കുന്നത്. മിലോഫ് വാക്ക്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ പാർക്ക് ടു പാസ് ദ ടൈം. ആസ് ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക് ഷീ ഹീഡ്സ് ബാക്ക് ടു ദ റൂം. ഇരുട്ടാവുന്നു, അവൾ ഇവിടേക്ക് പോകുന്നു, റൂമിലേക്ക് പോകുന്നു. ദ ബാക്ക് റൂം ആഫ്റ്റർ സൺസെറ്റ്. അപ്പം അവിടെ ആ ഒരു ഐറിൻ്റെ റൂമിൽ നടക്കുന്ന സംഭവങ്ങളാണ് പിന്നെ അവിടെ പറയുന്നത്. ഷീ റീച്ചസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റൂം ബട്ട് ഫൈൻഡ്സ് ദ ഡോർ ലോക്ക്. ഷീ സിറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡോർ റീഡിങ് എ ബുക്ക്. സൗണ്ട് ട്രാക്ക് ഓഫ് 2 dogs barking loudly. Madam calls out Irene and getting no response walks over and sees Milof. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്നില്ല. അതായത് അവിടെ നടക്കുന്ന സീനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഡയലോഗ് എഴുതുകയാണ് വേണ്ടത്. അപ്പം മാഡം, ഓ ഇറ്റ്സ് യു മിലോഫ്, പ്ലീസ് മാഡം ദ ഡോഗ്സ് വിൽ ബൈറ്റ് മീ. മാഡം, നോ ദേ വോണ്ട് ബൈറ്റ്. They won't. When did you come? We didn't see you. Milof, I have been here for some time. My sister isn't here. I am waiting to talk to her. Madam, oh, she is not here. I can give her a message. You go home and I will tell you you want to see her. ആ ടെക്സ്റ്റ് തന്നെയുള്ള സെയിം ഡയലോഗ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്തതിൽ എന്താ, അവിടെ മാഡം എക്സിറ്റ്, മിലോഫ് വെയിറ്റ് ഔട്ട്സൈഡ്, ഐറിൻ എൻറ്റേഴ്സ്. മാഡം പോകുന്നു, മിലോഫ് എന്ത് ചെയ്യുന്നു, പുറത്ത് വെയിറ്റ് ചെയ്യുന്നു, ഐറിൻ കടന്നു വരുന്നു. ഇനി ഐറിനും മിലോഫുമായിട്ടുള്ള ആ ഒരു സംഭാഷണം. വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ, യു സോ ഫ്രൈറ്റൻ, വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ ഈ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആ ഒരു കോൺവെർസേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ ഈ ഒരു ഡയലോഗ് തന്നെയാണ് നമുക്കവിടെ എഴുതാൻ വേണ്ടി പറ്റുക. അപ്പോൾ ആ ഡയലോഗ് മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഈ ഒരു സ്ക്രീൻ പ്ലേയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പുതുതായിട്ട് വേറെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നില്ല, ഇതിന് മാച്ചായിട്ട് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവരങ്ങനെ ലെറ്റ്സ് ഗോ ഇൻ ക്വിക്ക്ലി, ഭാഗത്തേക്ക് പോവാമെന്ന് പറയുന്നു. ദെൻ എൻ്റർ ദ റൂം, ഹാവ് സം ഫുഡ് ആൻഡ് പ്രിപ്പയർ ദെയർ ബെഡ്സ്. ഐറിൻ ലൈസ് ഓൺ ഹെർ ബെഡ്, മിലോഫ് ഓൺ ദ ഫ്ലോർ. ആഫ്റ്റർ എ വൈൽ അലാം ഗോസ് ഓഫ്. മിലോഫ് ഗെറ്റ്സ് അപ്പ് ആൻഡ് ടിൽറ്റ്ലി ഗോസ് ഔട്ട് ഹീഡിങ് സ്ട്രേറ്റ് ദ പാർക്ക്. ആ ഫസ്റ്റ് സീൻ പോലെ തന്നെ സംഭവങ്ങൾ അതേപോലെ തന്നെയാണ്. അവൾ എന്ത് ചെയ്യുന്നു, വേഗം ആ ഒരു സംഭവത്തിന് ശേഷം ഡബിൾ സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്ത് വന്നു അല്ലേ. അത് നമ്മൾ ആക്ഷനിലൂടെ കാണിക്കാം. അപ്പോൾ ലാസ്റ്റ് ആ ഒരു സീൻ 4, ദ പാർക്ക് ഏർലി മോർണിംഗ് ബിഫോർ സൺറൈസ്. മിലോഫ് ടേക്സ് എ നോട്ട് ബുക്ക് ഫ്രം ഹെർ ബാഗ്, ഗോസ് ടു ദ ടോയ്ലറ്റ് ഡോർ ബട്ട് ഫൈൻഡ്സ് ഇറ്റ് ലോക്ക്ഡ്. ഷീ മൂവ്സ് ടു ദ ബെഞ്ച്, സിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് റൈറ്റിംഗ്. ആ ഒരു നമ്മുടെ കഥയിൽ ലാസ്റ്റ് എന്ത് പറയുന്നുണ്ട്, ആ ഒരു ടോയ്ലറ്റ് ലോക്ക് ചെയ്ത് അവൾ ആ ബെഞ്ചിലിരുന്ന് എഴുതാൻ ആരംഭിക്കുന്ന വിവരം പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ആ ഒരു മിലോഫിൻ്റെ ആ ഒരു
പെറുപിറുക്ക് അല്ലേ, മംബ്ലിങ് മീൻസ് പെറുപിറുക്ക്, അവർ തന്നെ സ്വയം പതുക്കെ പറയുക. ആ ഒരു ഡയലോഗിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, ആ ഒരു നമ്മുടെ ഈ ഒരു ടോയ്ലറ്റ് എന്ന ഒരു സ്റ്റോറി നമ്മളോട് അവസാനിപ്പിക്കുന്നു. ആഫ്റ്റർ ഓൾ ദ ടോയ്ലറ്റ് ഈസ് നോട്ട് മൈൻ, ഐ ഷുഡ് ഹാവ് റിയലൈസ്ഡ് ഇറ്റ്. ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ ടോയ്ലറ്റ് ഇപ്പോൾ എൻ്റെതല്ല. ആ ഒരു ഡയലോഗോട് കൂടി ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ സ്ക്രീൻ പ്ലേ അവസാനിപ്പിക്കുന്നു. ഈ ഒരു രീതിയിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ കഥയെ നമുക്ക് എഴുതാൻ പറ്റും. അടുത്തത് ജസ്റ്റ് നിങ്ങളെ ഓഡിയോ ലാബിലൊക്കെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതായത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ഓഡിയോ ക്ലിപ്പ്, ഏതെങ്കിലും ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ കേൾപ്പിച്ച് തന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അത് കേൾക്കുന്ന ഓഡിയോ ക്ലിപ്പ് ഏതാണോ അതിനനുസരിച്ചായിരിക്കും ചെയ്യാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് ആ ആക്ടിവിറ്റി വിടുകയാണ്. അടുത്ത നോക്കുക, ആക്ടിവിറ്റി 2. Now prepare a few questions to interview your favorite writer. Don't forget to do some research on the author and give a short description before preparing the question. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻ്റർവ്യൂ നമ്മൾ ചെയ്യണം. പക്ഷേ ആ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആ ഓഥറെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് തന്നെ നമുക്കൊരു ഇന്ത്യൻ റൈറ്ററെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറയുന്ന ഒരു പാഠഭാഗമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത യൂണിറ്റ് 3-ൽ. അപ്പോൾ ആ ഒരു യൂണിറ്റ് 3-ലുള്ള ആ ഭാഗത്തുള്ള ആ ഒരു റൈറ്ററാണ്, വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന പാഠഭാഗത്തുള്ള നമ്മുടെ റൈറ്ററാണ് അനിത നായർ. അപ്പോൾ അനിത നായരുടെ പ്രൊഫൈൽ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് തന്നെ എടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. അനിത നായരുടെ ഈ ഒരു പ്രൊഫൈൽ നമ്മുടെ ടെക്സ്റ്റ് പേജ് നമ്പർ 89-ലുണ്ട്. നമ്മൾ പറഞ്ഞു നമ്മുടെ അടുത്ത യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പം നമ്മൾ വേറെ എവിടെയും ഒരു എഴുത്തുകാരുടെ പ്രൊഫൈലിന് വേണ്ടി നോക്കിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു എഴുത്തുകാരെക്കുറിച്ചോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ നമ്മുടെ അനിത നായരെക്കുറിച്ചിട്ടുള്ള ഒരു പ്രൊഫൈൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആ റൈറ്ററെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അനിത നായരുടെ ഒരു പ്രൊഫൈലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനിത നായരോട് എന്തൊക്കെ ക്വസ്റ്റ്യനാണ് നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുകയെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ചോദിക്കുകയാണ് അനിത നായരോട്, വാട്ട് ഇൻസ്പയർഡ് യു ടു റൈറ്റ് അബൌട്ട് വുമൻസ് സ്ലേവ്സ് ആൻഡ് ഫ്രീഡം ഇൻ ബുക്സ് ലൈക്ക് ലേഡീസ് കൂപ്പ് ആൻഡ് മിസ്ട്രസ് അല്ലേ. ഈ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളെ ഈ ഒരു വുമൻസിൻ്റെ ജീവിതം, ഈ ഒരു ജീവിതവും ഫ്രീഡം ഒക്കെ ഈ ഒരു ബുക്കിൽ എഴുതാൻ നിങ്ങളെ പ്രേരിപ്പിച്ച, ബുക്കിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ലേഡീസ് കൂപ്പ് ആൻഡ് മിസ്ട്രസ്, അതിൽ എഴുതാൻ വേണ്ടി പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, നമ്മൾ കുറച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാക്കേണ്ടത് അല്ലേ. ഹൗ ഡിഡ് യു ഫീൽ വെൻ ലെസൺസ് ഇൻ ഫോർഗെറ്റിംഗ് വാസ് മെയ്ഡ് ഇൻ ടു എ മൂവി. ഈ ഒരു കൃതി ലെസൺസ് ഇൻ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മൂവി ആക്കിയപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു, നിങ്ങൾ ആൻഡ് ഹൗ ഇൻവോൾവ് വെയർ യു ഇൻ ദ പ്രോസസ്സ്, ആ പ്രോസസ്സിൽ നിങ്ങൾ എത്രമാത്രം ഇൻവോൾവ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു റൈറ്റ് നോവൽസ്, പോംസ്, എസ്സേസ് ആൻഡ് ചിൽഡ്രൻസ് ബുക്ക്. ഹൗ ഡു യു സ്വിച്ച് ബിറ്റ്വീൻ ദീസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ്. കാരണം നിങ്ങൾ പോയം എഴുതിയിട്ടുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്, എസ്സേ എഴുതിയിട്ടുണ്ട്, ചിൽഡ്രൻസ് ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇതിലൊക്കെ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇങ്ങനെ ഹൗ ഡു യു സ്വിച്ച് ബിറ്റ്വീൻ ദീസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ്, ഇത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എങ്ങനെ ഇങ്ങനെ മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, അതായത് ആ ഒരു ഓരോ എഴുത്ത് വരുമ്പോഴുള്ള ആ ഒരു മാറ്റങ്ങൾ അതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഈസ് എ ബിഗ് പാർട്ട് ഓഫ് യുവർ പോയട്രി ഇൻ മലബാർ മൈൻ. ഹൗ ഡസ് യുവർ ഹോം സ്റ്റേറ്റ് ഇൻഫ്ലുവൻസ് യുവർ റൈറ്റിംഗ് അല്ലേ. നിങ്ങളുടെ ഹോം സ്റ്റേറ്റ് എങ്ങനെയാണ് നിങ്ങളുടെ റൈറ്റിങ്ങിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്, സ്വാധീനം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് യു സ്റ്റാർട്ട് യുവർ റൈറ്റിംഗ് പ്രോഗ്രാം അനിതാസ് ആറ്റിക് ആൻഡ് ഹൗ ഹാസ് ഇസ് ഗ്രോൺ ഓവർ ടൈം. ഇത് നമുക്ക് 6th ക്വസ്റ്റ്യൻ. ഇനി അടുത്ത 5th ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെന്താ ചോദിക്കുക, യുവർ ബുക്സ് ഓഫൺ ഡീൽ വിത്ത് റിലേഷൻഷിപ്പ് ആൻഡ് പേഴ്സണൽ സ്ട്രഗിൾ. ഹൗ ഡു യു ക്രിയേറ്റ് സച്ച് ഡീപ്പ് ആൻഡ് കോംപ്ലക്സ് ക്യാരക്ടർ അല്ലേ. ഇതുപോലത്തെ പേഴ്സണൽ സ്ട്രഗിളും റിലേഷൻഷിപ്പുകളായിട്ടുള്ള ആ ഒരു ബന്ധങ്ങൾ തമ്മിലുള്ള കഥകളൊക്കെയാണ് നിങ്ങൾ എഴുതുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഹൗ ഡു യു ക്രിയേറ്റ് ഇതുപോലുള്ള ഡീപ്പും കോംപ്ലക്സും ആയ ക്യാരക്ടേഴ്സിനെയൊക്കെ നിങ്ങളെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു വിന്നിങ് അവാർഡ്സ് ലൈക്ക് ദ സാഹിത്യ അക്കാദമി അവാർഡ് ഇമ്പാക്റ്റ് യുവർ വർക്ക് അല്ലേ. നിങ്ങൾക്ക് ലഭിച്ച സാഹിത്യ അക്കാദമി അവാർഡ് നിങ്ങളെ വർക്കിനെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്തത്. ഇതൊക്കെ ആ പ്രൊഫൈലിൽ പറയുന്ന കാര്യങ്ങളാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നത്. അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
In Idris, Keeper of the Light, you write about a 17th century traveler. ഇതിലൊക്കെ നിങ്ങൾ 17th സെഞ്ച്വറി ട്രാവലറായിട്ടാണ് എന്ത് ചെയ്തത്, കഥ എഴുതിയിരിക്കുന്നത്. വാട്ട് മെയ്ഡ് യു ചൂസ് ദിസ് ടൈം പീരീഡ് ആൻഡ് ഹൗ ഡു യു ബാലൻസ് ഹിസ്റ്ററി വിത്ത് ഫിക്ഷൻ? അല്ലേ, ഈ ഒരു കാലഘട്ടം നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ്, വാട്ട്സ് ഡിഫറെൻറ്റ് ഫോർ യു വെൻ റൈറ്റിംഗ് ഫോർ അഡൾട്ട്സ് വേഴ്സസ് റൈറ്റിംഗ് ഫോർ ചിൽഡ്രൻ? അല്ലേ, മുതിർന്നവർക്ക് എഴുതുമ്പോൾ കുട്ടികൾക്ക് എഴുതുമ്പോഴും എന്ത് വ്യത്യാസമാണ് നിങ്ങൾ വരുത്തുന്നത് എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് ചോദിക്കാം. അങ്ങനെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു ന്യൂ റൈറ്റേഴ്സ് ഹു വാണ്ട് ടു റൈറ്റ് ഫിക്ഷൻ? ഫിക്ഷൻ എഴുതുന്ന ആൾക്കാർക്ക് എന്ത് അഡ്വൈസാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനിത നായരോട് നമുക്ക് ചോദിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.